യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷമായിട്ടും ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർക്കുന്നു. ഈ വചനം നിയോഗത്തോടെ, നേർച്ചയോടെ, പ്രാർത്ഥനയോടെ അനേകം വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ അയച്ച് സന്തോഷത്തോടെ കൊടുക്കുന്നവരുണ്ട്. ഈ ശുശ്രൂഷയെ ഒരു ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. ആരുടെയും പേരോ പ്രശസ്തിയോ വർദ്ധിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അറിയണം. അനേകർ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കണം. ആ വചനത്തിലൂടെ ദൈവത്തിനൊരു സാക്ഷിയായി നമ്മൾ മാറണം. നല്ല മനസ്സുള്ളവരായി മാറണം. അനുഗ്രഹമുള്ളവരായി മാറണം. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ എല്ലാ ദിവസവും ഓർക്കും. ഞങ്ങളിതിൻ്റെ ഇടസമയങ്ങളിലൊക്കെ നോക്കും, എത്ര പേരിന്ന് കണ്ടു, എത്ര പേർ ഈ വചനം ശ്രദ്ധിച്ചു എന്നൊക്കെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കണക്കുകളാണ് അറിയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, കർത്താവേ, ഇവരെ ഒന്നും അറിയില്ലെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബങ്ങളെ, ഈ വ്യക്തികളെ, ദേശത്തുള്ളവരെ, അവരുടെ പ്രാർത്ഥനയെ, ആവശ്യത്തെ അങ്ങ് കാണണമേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ വരാം. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു സഹായമായിട്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവർ പോകും വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരാൾ അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. 39-ാമത്തെ വാക്യം, അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് ആ പാദത്തിൻ്റെ താഴെ ഇരുന്നു. ഇതൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലുള്ള ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊരു പക്ഷേ വചനം കേൾക്കുന്നത് വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാകില്ല. ഇത് അയച്ചു കൊടുത്ത പലർക്കും ഇഷ്ടമായില്ല. നാട്ടുകാർക്കിത് ഇഷ്ടമായില്ല. പലർക്കും ഇഷ്ടമാകില്ല. പക്ഷെ ഇഷ്ടമാകുന്നൊരുവനുണ്ട്. ഈ വചനം വായിച്ചാൽ മനസ്സിലാകും ഈ വചനം കേൾക്കുന്നത് ഇഷ്ടമാകുന്നത് ആരാണെന്ന്. അടുത്ത വാക്യം, മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്ത ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. നമ്മൾ പറയില്ലേ, ടെൻഷനാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഇച്ചിരി മാറ്റി വെച്ചേ. ഇവിടെ ഒരാൾ ടെൻഷനായിട്ട് നടക്കുകയാണ്. അടുത്ത വാക്യം, അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനമില്ല. ഇവിടെയാണ് ഒരാൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. പരാതി പറഞ്ഞു, എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, അധ്വാനിക്കുകയാണ്. ഇതാരും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കാൻ ആരുമില്ല. എന്തൊരു കഷ്ടമാണിത്. എന്നെ സഹായിക്കാൻ അങ്ങ് അവളോട് പറയുക. 41-ാമത്തെ വാക്യം, കർത്താവ് അവളോട് പറഞ്ഞത്. നമ്മളാണെ പറയില്ലേ, ഒരാൾ കഷ്ടപ്പെടുന്ന, എന്നാൽ കുറച്ച് കഴിയട്ടെ, പിന്നെ നമുക്ക് തിരക്കുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വചനങ്ങൾ കേൾക്കാം, പ്രാർത്ഥിക്കാം, അത് മാറ്റിവെക്കും. യേശു എന്താ പറഞ്ഞു? 41-ാമത്തെ വാക്യം എന്നോട്, ഈ വ്യക്തിയോട് മാത്രമല്ല, എന്നോട്, നിങ്ങളോടും കൂടെ പറഞ്ഞതാ. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, നീ പല കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. അസ്വസ്ഥമാണ് നിന്റെ മനസ്സ്, ടെൻഷനാണ്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. വചനം കേൾക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ആ വ്യക്തി തെരഞ്ഞെടുത്തതിനെ കുറ്റപ്പെടുത്തുമല്ല, അവൾ നല്ല കാര്യമാ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാ പറഞ്ഞേ.
നിങ്ങളും നിങ്ങളുടെ കുടുംബവും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടും, അംഗീകരിക്കും, പ്രോത്സാഹിപ്പിക്കും എന്നൊന്നും വിചാരിക്കരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, വചനം വായിക്കുന്നത് കാണുമ്പോൾ ഇത് തന്നെ എന്നും പറയും, നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത് 5 മിനിറ്റ് ആകട്ടെ 10 മിനിറ്റ് ആകട്ടെ, ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നിയോഗം കിട്ടിയവരാണ് നിങ്ങൾ.